Anuja and welcome back to San and Sweet Tales. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി സാധനം ചെയ്യാൻ പോകുന്നത്. വെറൈറ്റി എന്ന് വെച്ചാൽ ആരും അധികം ചെയ്തിട്ടില്ലാത്തൊരു സാധനം. നമുക്ക് നോർമലി ചിക്കൻ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ചിക്കൻ കറി വയ്ക്കും, അല്ലെങ്കിൽ ചില്ലി ചിക്കൻ വയ്ക്കും, ചിക്കൻ മപ്പാസ് വയ്ക്കും, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യും. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ് അൽഫാം ഉണ്ടാക്കലും ബാർബിക്യൂ ഉണ്ടാക്കലൊക്കെ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറൊരു സാധനം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു സാധനമാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. എന്താണെന്നല്ലേ, ചിക്കൻ മെഴുക്കുവരട്ടി. സിമ്പിളാണ്. നമ്മൾ സാധാ മെഴുക്കുവരട്ടി വയ്ക്കുന്ന പോലെ തന്നെ ചിക്കൻ വെച്ച് മെഴുക്കുവരട്ടി വയ്ക്കാം. പിന്നെ എൻ്റെ കണ്ടുപിടുത്തം എൻ്റേതായ ഒരു രീതിയൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി ഡിഫറൻസ് ടേസ്റ്റ് ആയിരിക്കും. ഭയങ്കര സ്പൈസി ആട്ടോ, ഉള്ള കാര്യം പറയാം, ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാനിത് വെച്ചപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ, ഞാൻ ഇൻസ്റ്റയിൽ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് റെസിപ്പിയൊക്കെ ചോദിച്ചു. അപ്പം ഞാനിത് കൊടുത്തപ്പോഴത്തേക്ക് അവരൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതിനകത്തിട്ടില്ലേ മോശമല്ലേ, അതുകൊണ്ടിടുവാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ചാനലുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുകയാണെങ്കിലും അവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു 70% വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിന് അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. നമുക്ക് പലർക്കും അറിയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് വ്യൂവേഴ്സ് കിട്ടും, പക്ഷെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും. സബ്സ്ക്രൈബേഴ്സ് കുറയുവാണെങ്കിൽ യൂട്യൂബ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ചാനൽ കൊള്ളത്തില്ലെന്നാണ്. അപ്പോൾ നമ്മുടെ ചാനലിനെ അവർ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഏത് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ആ ചാനലിൽ വിടുന്ന വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. കുറഞ്ഞതൊരു 2 minutes ഒരു 1 minute എങ്കിലും നിങ്ങൾ ആ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് പോകുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നത് കൊണ്ട് ഒരു യൂസും ഉണ്ടാവത്തില്ല ബിഗിനേഴ്സിന്. സോ അതൊന്ന് ട്രൈ ചെയ്യുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരിക്കൽ കൂടെ പറയുകയാണ്, വീഡിയോ കാണുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് ഇടുക. ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടും ഇനിയും മുന്നോട്ടും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ചിക്കൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചിക്കനാണിത്. ഞാനൊരു 16 പീസസ് ഓഫ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാട്ടോ എടുത്തേക്കുന്നത്. ബോൺ ഉള്ളതിട്ടാലും പ്രശ്നമൊന്നുമില്ല, എങ്കിലും ബോൺലെസ് എടുക്കുന്നതായിരിക്കും ചിക്കൻ മെഴുക്കുവരട്ടിക്കൊക്കെ എപ്പോഴും നല്ലത്. ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ ഇനി. അപ്പോൾ ചിക്കൻ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാനിത് എന്തൊക്കെയാണെന്ന് പറയുന്നില്ല, കാരണം ലാഗ് അടിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞായിരിക്കും പോകുന്ന അളവ് ഉൾപ്പെടെ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ജാറിനകത്തേക്ക് വറ്റൽമുളക്, ഒരു 10 വറ്റൽമുളകെങ്കിലും എടുക്കണം. വറ്റൽമുളകും ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പെരിഞ്ചീരകവും കുറച്ചധികം ഒരു 2-3 സ്പൂൺ എങ്കിലും കുരുമുളകും കൂടെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, മിക്സ് ചെയ്യുമ്പോൾ പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട കേട്ടോ, ജസ്റ്റ് അരച്ചെടുത്താൽ മതി. ഇതുപോലെ അരച്ചെടുത്താൽ മതി. നമുക്കിനി ഇതിൻ്റെ കുറച്ച് ഒരു 1/4 ഭാഗം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്കിനി 2 സ്പൂൺ, ഇപ്പോൾ അടപ്പിലെടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.5 അടപ്പ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ എടുത്തിട്ടുണ്ടോ അതിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് കൂടെ ചേർത്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ഒരു 2 സ്പൂൺ മതി കേട്ടോ. 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. നല്ലോണം കുഴക്കണം. ഈ മസാലാസൊക്കെ എല്ലായിടത്തും പിടിക്കാൻ പാകത്തിന്, എണ്ണയും എരിവും എല്ലാം എല്ലായിടത്തും ചിക്കനിൽ പിടിക്കാൻ പാകത്തിന് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റോളം റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. നമുക്ക് മാറ്റി വയ്ക്കാം.
ഇപ്പം ഞാനൊരു കടായി എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം ചിക്കൻ എടുത്തിട്ടുണ്ടോ ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഓയിൽ നമ്മൾ എടുക്കുക. അത് ഞാൻ ഇച്ചിരി ചിക്കൻ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇച്ചിരി ഓയിൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ചിക്കൻ അനുസരിച്ച് എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ വേപ്പില ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വറുക്കുമ്പോൾ വേപ്പില ഇട്ട് കൊടുത്തിട്ട് വറുക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇവന് ഇങ്ങനെ കിടന്നങ്ങ് വേകട്ടെ ഈ ഓയിലിൽ. മൊരിഞ്ഞ് ക്രിസ്പി ആകുമൊന്നും വേണ്ട കേട്ടോ. അതുപോലെ തന്നെ ചിക്കൻ അങ്ങ് ഫ്രൈഡ് ആകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വേവിച്ച് എടുക്കുക. പിന്നെ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. കാണാനൊരു കൂർക്ക മെഴുക്കുവരട്ടി ലുക്കുണ്ടെങ്കിൽ ഇത് ചിക്കൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുവാണേ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് കുറച്ചുകൂടെ വേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേപ്പില ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ചെറിയ ഉള്ളി ആട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ഈ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക സ്മെല്ലൊക്കെ ആട്ടോ. അപ്പോൾ മാക്സിമം ചെറിയ ഉള്ളി തന്നെ ആഡ് ചെയ്യാൻ നോക്കുക. സവോള ഇട്ടാലും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യുക. ബട്ട് മോർ പ്രിഫറൻസ് നിങ്ങൾ ചെറിയ ഉള്ളിക്ക് തന്നെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ വരട്ടി എടുക്കാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് ചിക്കൻ മെഴുക്കുവരട്ടിന്ന് കേട്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളവരോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കഴിച്ചിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. എനിക്കാണെങ്കിൽ ചിക്കൻ കിട്ടുമ്പോൾ നമ്മൾ എപ്പോഴും ഓരോന്ന് വെച്ചുകൊണ്ടിരിക്കുമല്ലേ എന്നോർത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ വെച്ച് നോക്കിയതാട്ടോ ഈ ചിക്കൻ മെഴുക്കുവരട്ടി. പക്ഷേ യൂട്യൂബിൽ ഒരുപാടുണ്ട്, പക്ഷേ എൻ്റെ റെസിപ്പി അങ്ങനെ കാണത്തില്ല കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. ഇപ്പം നമ്മുടെ ഉള്ളി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്, അത്യാവശ്യം വരട്ടിയെടുത്ത് വന്നിട്ടുണ്ട്. എങ്കിൽ ആ റോസ് കളറൊന്ന് മാറുന്നവരെ നിങ്ങൾ വരട്ടാൻ ശ്രമിക്കുക കേട്ടോ. അങ്ങനെ വരട്ടി നമുക്ക് സെറ്റാക്കി എടുക്കണം ഈ ചിക്കൻ മെഴുക്കുവരട്ടീനെ. ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഉപ്പിട്ടിട്ടുള്ളതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഇടണ്ട. ജസ്റ്റ് ഈ സവോളയും ഉള്ളിയൊക്കെ ഒന്ന് വരണ്ട് വരാൻ പാകത്തിനുള്ള സോൾട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും ചേർക്കരുത്, ഇച്ചിരി ചേർത്താൽ മതി. അറിയാമല്ലോ കണക്കൊക്കെ, അപ്പോൾ ആ രീതിക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ പിടിച്ച് അത്യാവശ്യം സെറ്റായി വേണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഓപ്ഷനിലാട്ടോ, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും തക്കാളി ഇട്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ തക്കാളി ഇട്ടപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടിയ പോലെ എനിക്ക് തോന്നി. പിന്നെ തക്കാളി ഇഷ്ടമില്ലാത്ത ആൾക്കാരൊന്നും ഇടുമൊന്നും വേണ്ട, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു ചെറിയ തക്കാളി എടുത്തിരിക്കുന്ന ആ ചെറിയ തക്കാളി കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ മിക്സ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇഞ്ചിയും പെരുംജീരകവും ഒക്കെ ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ച സാധനം ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ല് വരും കേട്ടോ. ഈ കറികളിലേക്കൊക്കെ പെരുംജീരകം ആഡ് ചെയ്യാൻ നേരത്തൊരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഈ കുരുമുളകും പെരുംജീരകവും വറ്റൽമുളകൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക സ്മെല്ലും. ഭയങ്കര സ്പൈസി ആയിട്ടുള്ള സാധനം കേട്ടോ ഇത്. സൂപ്പർ സാധനം കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഞാനൊരു കുഞ്ഞ് സവോള എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ ഇച്ചിരി ഉള്ളി എടുത്തുള്ളായിരുന്നു. എനിക്ക് സവോളയുടെ ഒരു ക്രിസ്പിനെസ് ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാൻ സവോള ഇട്ട് കൊടുക്കുക കേട്ടോ. അതുമാത്രമല്ല, ഞാനിത് അവസാനം ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാടങ്ങ് വെന്ത് പോകരുത്, അതുകൊണ്ടാണ് ഈ സവോള ഞാൻ ലാസ്റ്റത്തേക്ക് വെച്ചത്. ഇനി നമുക്ക് ഈ സവോള ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വരണ്ട് അടുത്ത് പോകുന്നും വേണ്ട. നമ്മൾ ഈ മെഴുക്കുവരട്ടി കഴിക്കാൻ നേരത്തെ ഈ സവോളയുടെ ഒരു ക്രിസ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യണം. ആ രീതിയിൽ വേണം കേട്ടോ നമ്മളിത് സെറ്റാക്കി എടുക്കാനായിട്ട്. നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സവാള ഇപ്പോൾ ഏകദേശം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. എങ്കിലും ഒരുപാട് അങ്ങോട്ട് ഞാനങ്ങ് വരട്ടിയെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഈ പെരുംജീരകം നമ്മൾ ഓൾറെഡി ആദ്യം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഓഫ് പെരുംജീരകം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ വെച്ച് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അതെന്നോട് ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യിപ്പിക്കാം കേട്ടോ.
സവാള ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ മുളക് പൊടി ഇടാം. ഞാൻ ശരിക്കും ഇവിടെ ഒരു 2 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി മുളകും കുരുമുളകൊക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത്രയും മുളക് പൊടിയൊന്നും ഇടുകയൊന്നും വേണ്ട കേട്ടോ. ഇത് ഇച്ചിരി ഞങ്ങളുടെ വീട്ടിൽ ഈ എരിവ് വേണം. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ ഇട്ടോ, പക്ഷേ ഇതിച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചിക്കൻ മെഴുക്കുവരട്ടിയുടെ മെയിൻ ഹീറോ എന്ന് പറയുന്നത് ഈ കൊല്ലമുളകും ഈ പെരുംജീരകവും കുരുമുളകും ആട്ടോ. അപ്പോൾ അതിലാണ് ഈ ടേസ്റ്റ് കേൾക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ സോയാ സോസ്. നിങ്ങൾ അടപ്പിലെടുക്കുന്നതെങ്കിൽ ഒരടപ്പ് സോയാ സോസ് എടുത്തു. പിന്നെ ഒരു 3 സ്പൂൺ ടൊമാറ്റോ സോസ്. അത് അടപ്പിലാണെങ്കിലും സ്പൂണിലാണെങ്കിലും 3 സ്പൂണോ 3 അടപ്പോ എടുത്തോ കേട്ടോ. അപ്പോൾ 1 സ്പൂൺ സോയാ സോസും 3 സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിയുടെ ബേസ് ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചിക്കനും ഗ്രേവിയും നല്ലപോലെ കൂടിച്ചേർന്ന വിധം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഒരു 2 മിനിറ്റോളം നമുക്കിതിന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വയ്ക്കാം. ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു ടേസ്റ്റാട്ടോ ഇതിൻ്റെ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ചിക്കൻ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇവിടെ മറ്റേ കൊറിയാണ്ടർ ലീവ്സ് വെക്കാനിരുന്നതാണ്. അപ്പോൾ അതിവിടെ ഇല്ല, ഉണ്ടാക്കി തീർന്നു. അപ്പോഴത്തേക്കും ഞാൻ ഓർത്തു ഈ ഡിഷിൻ്റെ ഹൈലൈറ്റ് ആണല്ലോ ഈ പറയുന്ന ചില്ലിയും പിന്നെ കുരുമുളകും ഗരം മസാല, അത് 3 ഇട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അതിട്ടാണ് ഞാൻ ഗാർണിഷ് ചെയ്തിരിക്കുന്നത്. നല്ല സ്മെല്ലാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. എപ്പോഴും ഈ ചിക്കൻ വെച്ച് അതും ഇതൊക്കെ ഉണ്ടാക്കി തിന്നുന്നത് വിട്ടിട്ട് അത് വേണ്ടെന്ന് വെക്കാൻ ഞാൻ പറയുന്നില്ല. ഉച്ചയ്ക്ക് ചിക്കൻ കറീനേക്കാളും ബെസ്റ്റ് ഇതാട്ടോ. പിന്നെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. ഞാൻ കഴിച്ചു കാണിച്ചു തരാം കേട്ടോ. കറക്റ്റ് സ്പൈസി ഫുഡാണ്. എനിക്കിഷ്ടം കൊറിയൻ ഫുഡാണ്. അപ്പോൾ ചിക്കൻ മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കും. ലോക്ക്ഡൗൺ കഴിയുമ്പോൾ ഞാൻ എല്ലാവരുടെ വീട്ടിൽ വരും, എല്ലാവരുടെയും സ്ഥലങ്ങളിൽ വരും. നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചിക്കൻ മെഴുക്കുവരട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ 100% ഉറപ്പ് തരുക. പൊളി സാധനമാണ്, അടിപൊളിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അടിക്കുക. ബെൽ ബട്ടണിൽ ഓൾ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ്, പുതിയ കണ്ടുപിടുത്തങ്ങളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സാനസ് ഡീറ്റെയിൽസിലൂടെ വീണ്ടും കാണാം. ബൈ.